വീണ്ടും സ്വാഗതം. ഡോക്ടർ ഗോപാലകൃഷ്ണൻ ആർ അയ്യറിലേക്ക് പോകുന്നു. ഡോക്ടർ, ഈ 49,04,00,000 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഹോപ്രോബ് ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയത്. ദൗത്യം പൂർണ്ണമാവാൻ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഇനി ബാക്കിയുള്ളത്? ഇപ്പോൾ ശ്രീ സുധാമൻ പറഞ്ഞതുപോലെ ഇത്രയും റിട്ടാർഡേഷൻ ആ ലെവൽ നമ്മൾ കഴിഞ്ഞു. ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ലെവലായിരുന്നു ആ സ്പീഡ് കുറച്ച് അതിന്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേരാനായിട്ട്. ഇനി ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് 3 അഡ്വാൻസ്ഡ് സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ് ആണ്. EXI എന്ന് പറയുന്ന എമിറേറ്റ്സ് എക്സ്പ്രഷൻ ഇമേജർ. അതായത് ഒരു സെക്കൻഡിൽ 180 ഫോട്ടോ എടുക്കും. ഇത് ഒരു പ്രാവശ്യം ചൊവ്വയെ കറങ്ങാനായിട്ട് 55 മണിക്കൂറാണ് എടുക്കുന്നത്. ഈ ഓരോ 55 മണിക്കൂറിലും 20 വീതം ഫോട്ടോ നമുക്ക് അയച്ചു തരികയാണ്. അവിടുത്തെ ഓസോൺ ലെയറിനെ കുറിച്ചും അവിടുത്തെ ജലകണിക, ഐസ് എന്നിവയുടെ സാന്നിധ്യത്തെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ടാണ് ഈ EXI ക്യാമറ ഉപയോഗിക്കുന്നത്, ഇമേജർ. രണ്ടാമതായിട്ടുള്ളത് EMUS, അതായത് എമിറേറ്റ്സ് മാർസ് അൾട്രാ വയലറ്റ് സ്പെക്ട്രോമീറ്റർ. ആ സ്പെക്ട്രോമീറ്റർ അവിടുത്തെ പൊടിപടലങ്ങൾ, ഐസ്, നീരാവി, താപനില, ജലം ഇവയൊക്കെ കുറിച്ച് പഠിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതും ഓരോ റൊട്ടേഷനിലും 20 വീതം ഫോട്ടോ വീതം അയക്കുന്നുണ്ട് താഴെ. ഇനി അടുത്തത് EMIRS, എമിറേറ്റ്സ് മാർസ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ. ഇത് അവിടുത്തെ ഹൈഡ്രജനും ഓക്സിജനെ കുറിച്ചും കാർബൺ മോണോക്സൈഡിനെ കുറിച്ചും. അതായത് ചൊവ്വയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ അന്തരീക്ഷം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ അശുദ്ധവാതകങ്ങൾ നിറയുകയും ശുദ്ധവാതകങ്ങൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രതിഭാസം പഠിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദൗത്യം. പല ദൗത്യങ്ങളും നമ്മുടെ നാസയും സോവിയറ്റ് യൂണിയനും എല്ലാം അയച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും സമഗ്രമായിട്ട്, ശ്രീ സുധാമൻ പറഞ്ഞ പോലെ ഇത്രയും സമഗ്രമായിട്ട് നമുക്കൊരു ചിത്രം ചൊവ്വയുടെ ഉപരിതലത്തെ കുറിച്ച് കിട്ടുന്നത്, അതായത് അതിന്റെ ലോവർ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ, 1000 കിലോമീറ്റർ വരെയുള്ള അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് കിട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം ഇതുവരെ അയച്ച എല്ലാ ഉപഗ്രഹങ്ങളും ചൊവ്വയുടെ ഇക്വേറ്ററിൽ പാരലായിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതേസമയം ഇപ്പോൾ അയച്ചിരിക്കുന്ന ഈ മാക്സ് പ്രോബ് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് അതിന്റെ എല്ലാ പിക്ചറും നമുക്ക് കിട്ടും. ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വരുന്ന ചിത്രങ്ങളെല്ലാം വളരെ ആക്യുറേറ്റ് ആയിരിക്കും. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത ഏറ്റവും വലിയ കാര്യം, UAE ഈ കാര്യം ചെയ്യുന്നത് ഇവിടുത്തെ ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്, ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എങ്ങനെയായിരിക്കും? ഈ ചിത്രങ്ങൾ എടുത്ത് അത് തിരിച്ചിവിടെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്യൂറേഷൻ എങ്ങനെയായിരിക്കും? അത് ഇപ്പൊ തുടങ്ങുന്നത് ഏപ്രിലാണ് തുടങ്ങുന്നത്. ഇതൊരു 687 ദിവസത്തെ ദൗത്യമാണ്. 687 ദിവസത്തെ ദൗത്യമാണ്. ഇതിന്റെ ഇപ്പോ ഫസ്റ്റ് ഗൃഹപ്രവേശം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് ടു എൻ്റർ ദ ഓർബിറ്റ്സ്, ദെൻ ഇറ്റ് വിൽ സ്റ്റാർട്ട് വർക്കിംഗ്. ഇത് വർക്ക് ചെയ്യുന്നത് മെയ് മാസം തൊട്ടാണ്. മെയ് മാസം തൊട്ട് 2023 മെയ് വരെയാണ് ഇതിന്റെ ഡ്യൂറേഷൻ. 687 ദിവസം. പിന്നെ ചിലപ്പോൾ 2 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് ഒരു പിക്ചർ എടുക്കാനായിട്ടുള്ള ടൈം 11 മിനിറ്റ് ഏകദേശം 11 മിനിറ്റ് ആണ് മിനിമം എടുക്കുന്നത് അവിടെ നിന്നൊരു സിഗ്നൽ ഭൂമിയിൽ എത്താനായിട്ട്. ഈ UAE എത്തിക്കഴിഞ്ഞാൽ ഇത് 200-ൽ പരം ഗവേഷണ കേന്ദ്രങ്ങളിലേക്കാണ് ഇത് അയച്ചു കൊടുക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. ഇവർ UAE അവർക്ക് സ്വന്തമായിട്ടല്ല ഇത് ഉപയോഗിക്കുന്നത്. അത്ര യൂണിവേഴ്സിറ്റികളിലും അത്രയും ശാസ്ത്രജ്ഞന്മാർക്കും ലോകത്തെമ്പാടുമുള്ള ഗവേഷണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഇത് അയച്ചു കൊടുക്കുകയും ആ ഒരു മാഗ്നാനിമിറ്റി, അവരുടെ ആ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഏകദേശം 17 വർഷമായിട്ട് പഠിപ്പിക്കുകയാണ്. എൻ്റെ പല സ്റ്റുഡൻസും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ദുബായിലെ ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം കിട്ടി. ഞങ്ങൾ സയൻസ് ഇന്ത്യ ഫോറത്തിലെ മെമ്പേഴ്സാണ് ഇവരെല്ലാം. ഞങ്ങളെല്ലാം ഇവരെ അനുമോദിക്കാനും ആദ്യത്തെ മിഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു മീറ്റിംഗ് നടത്തി. അപ്പൊ ഇതിലെല്ലാം വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങളെല്ലാം ഇതിന് ആദ്യം തൊട്ടേ 2014 തൊട്ടേ ഇത് കണ്ടു. ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഒരു നിമിഷം എന്റെ ജീവിതത്തിൽ. ഒരുപക്ഷെ ഈ ഒരു മിഷൻ നടക്കുന്ന ഈ ഒരു 2021 തന്നെ അവിടെ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇതൊരു നിയോഗമാണ്. ഈ 2014 അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത മീറ്റിംഗിൽ എനിക്ക് അവരെ കണ്ടുമുട്ടാനെത്തു, അതിന്റെ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. അവനെ നേരിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു, അവന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആ ടീം മെമ്പേഴ്സിനെ ഇതിപ്പോ ഞങ്ങളെല്ലാം നെഞ്ചിടിപ്പോടെ ആയിരുന്നു. ആ 7:42 കഴിഞ്ഞ ചൊവ്വാഴ്ച 9-ാം തീയതി 7:42 എനിക്ക് 7 മണി തൊട്ടേ ഞാൻ ടെൻഷനിലായിരുന്നു. വാട്ട് വിൽ ഹാപ്പൻ? കാരണം ഇത്രയും ഫെയിലുവർ, മാം പറഞ്ഞ പോലെ 50% ഫെയിലുവർ ആണ്. ഇത് 50 അല്ല, അതിനേക്കാളും ഫെയിലുവർ ഉണ്ട്. 1965 ആണ് ഇത് ആദ്യമായിട്ട് അമേരിക്ക ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു 5ാം രാജ്യം, ഇതൊരു UAE പോലുള്ള ഒരു രാജ്യം. എന്നാലും നമുക്ക് UAE ചെറുതായിട്ട് കാണാൻ കഴിയില്ല. ജപ്പാന്റെ സഹായം, അമേരിക്കയുടെ സയന്റിസ്റ്റിന്റെ സഹായം, ഇന്ത്യയുടെ ISROയുടെ സഹായം എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും സമഗ്രമായിട്ട് ഇതൊരു രാഷ്ട്രത്തിന്റെ അഭിമാനമാണ്. ഇവിടുത്തെ ഭരണകർത്താക്കളുടെ ദൃഢനിശ്ചയവും
അവരുടെ ഒരു ഇത്രയും ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഇവർക്ക് ഇത്രയും സക്സസ് ഉണ്ടാകാനൊക്കെ വി ഹാവ് ടു അപ്രീഷിയേറ്റ് ദം. ഇങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഡോക്ടർ നന്ദകുമാർ, ഇപ്പം അദ്ദേഹം പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് തന്നെ തുടങ്ങാം. ഈ ജപ്പാനിലെ തനേഗാഷിമ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ഈ ഒരു ചരിത്ര ദൗത്യം പിറന്നത്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ 200 എഞ്ചിനീയർമാരും ഇതിൽ പങ്കാളികളായി. ഒപ്പം നമ്മുടെ ISROയുടെ ഒരു സഹായവും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്? കാര്യം ഒട്ടേറെ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയുണ്ട്, ഭാരതത്തിൻ്റെ പിന്തുണയുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു ദൗത്യത്തെ അപ്പോൾ വലിയ രീതിയിൽ നോക്കിക്കാണുമ്പോൾ ഇതെന്താണ് ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം ആ രീതിയിൽ? തീർച്ചയായിട്ടും അത് ഒരിക്കൽ അതായത് നമ്മുടെ സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ട്, ഐ ആം സീയിങ് ഫർദർ ബൈ സിറ്റിംഗ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ദ ജയന്റ്സ്. അധികായന്മാരുടെ തോളിലിരുന്നാണ് എനിക്ക് കൂടുതൽ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് ഈ ഗ്ലോബലി സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ അധികായന്മാരും ഒത്തുചേർന്ന് അവരുടെ എല്ലാ സഹായത്തോടും അവരോടെല്ലാം ചേർന്ന് നിന്നുമാണ് ഈ മിഷൻ വളരെ സക്സസ്ഫുൾ ആയി വന്നത്. ഹോപ്പ് അല്ലെങ്കിൽ അല്ലമൽ പറഞ്ഞ പ്രതീക്ഷ നൽകുന്ന ഇത്, അതായത് UAE പുതിയ ശാസ്ത്രജ്ഞന്മാർക്കും വിദ്യാർത്ഥികൾക്കും വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു മിഷനാണിത്. ഇതിനകത്ത് തന്നെ ഇപ്പോൾ നേരത്തെ അവർ രണ്ടുപേരും സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഡേറ്റാസ്, ഇവർ കളക്ട് ചെയ്യുന്ന ഡേറ്റാസ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. 200-ലധികം അക്കാഡമിക് ആൻഡ് സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടും ഒപ്പം തന്നെ ബാക്കിയുള്ള സെന്റേഴ്സുമായിട്ട് ഷെയർ ചെയ്തിട്ട് ഈ ഡേറ്റ എല്ലാവരും കൂടെ അനലൈസ് ചെയ്യുന്നത് 2117 ആകുമ്പോഴത്തേക്ക് ചൊവ്വയിൽ ഒരു കോളനി, അതാണ് ഡ്രീം, അതാണ് മിഷൻ. ഒരു വ്യക്തമായ UAE എല്ലാ പ്രോജക്റ്റുകളും നമുക്ക് എടുത്താൽ അറിയാം, വളരെ വ്യക്തമായ ടൈം ലൈൻ, ടൈം ബോണ്ടും ചെയ്തിട്ടാണ് അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിന് ഒരു ദിവസം മുമ്പേ അത് തീർന്നിരിക്കും, അത് ഏത് ടൈപ്പിലുള്ള പ്രോജക്റ്റ് ആണെങ്കിലും. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത 50 വർഷത്തേക്കുള്ള, അതായത് 2071 സെന്റിനിയൽ, അതായത് UAE ഉണ്ടായതിന്റെ 100ാം വർഷം ആഘോഷിക്കുമ്പോൾ ഉണ്ടാകാൻ വരുന്ന മാറ്റങ്ങളുടെ ഒരു തുടക്കമാണ് ഇന്ന്, അല്ലെങ്കിൽ ഈ ഫെബ്രുവരി 9 ഈ മാസ് മിഷന്റെ സക്സസ് കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നമ്മുടെ സയൻസ് എന്ന് പറഞ്ഞ അതിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ 100ാം വർഷം 2071 ആകുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരു വലിയ വളർച്ചയാണ് അവർ വിഭാവനം ചെയ്യുന്നത്. അതായത് കറന്റ്ലി ഇറ്റ്സ് ആൻ ഓയിൽ ബേസ്ഡ് എക്കോണമി, അതിൽ നിന്നും മാറി ഒരു സയൻസ് ബേസ്ഡ് എക്കോണമി, ടെക്നോളജി ബേസ്ഡ് എക്കോണമി, അതിലേക്ക് ഉള്ള പ്രയാണമാണ്, അതിന്റെ തുടക്കമാണിത്. 2006 MBR, അതായത് മുഹമ്മദ് ബിൻ ഷെയ്ഖ് സ്പേസ് റിസർച്ച് സെന്റർ തുടങ്ങുന്നത്. 2006 ശേഷം സാറ്റലൈറ്റ്സ്, അതായത് 2 സാറ്റലൈറ്റ്സ് മറ്റുള്ളവരുടെ സഹായത്തോടെ വിട്ടു. അതിനുശേഷം 3ാമത് ഖലീഫ സാറ്റ് 100% UAE എമിറാറ്റി എഞ്ചിനീയേഴ്സിന്റെ സയന്റിസ്റ്റുകളുടെയും ശ്രമഫലമായിട്ടാണ് അത് സക്സസ്ഫുൾ ആയത്. അതിനുശേഷം ആസ്ട്രോണറ്റ് പ്രോഗ്രാം, അതായത് 2019 അഗെയിൻ മിസ്റ്റർ ഹസാൻ അൽ മൻസൂരി അവിടെ എത്തിച്ചേർന്നു. ഇപ്പോൾ 2020 ജൂലൈയിൽ തുടങ്ങിയ ഈ പ്രോഗ്രാം മാസ് മിഷൻ പ്രോബ്, അതിന് സെറ്റ് ചെയ്ത ഡേറ്റില്ല, 2021 ഫെബ്രുവരിയിൽ വ്യക്തമായും കൃത്യമായും ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ സവിശേഷത നേരത്തെ മാം സൂചിപ്പിച്ചിരുന്ന പോലെ ഏറ്റവും അധികം ഫെയില്യൂർ റേറ്റ് ഉള്ള ഒരു മിഷനായിരുന്നു. ഫെയില്യൂർ റേറ്റ് വളരെ കൂടുതലാണ്. പല രാജ്യങ്ങൾക്കും അവരുടെ ഫസ്റ്റോ സെക്കൻഡോ അറ്റംപ്റ്റിൽ സക്സസ്ഫുൾ ആകാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അതിൽ നമ്മൾ ISROയ്ക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സക്സസ്ഫുൾ ആകാൻ കഴിഞ്ഞു. അതും വളരെ ചെലവ് കുറഞ്ഞ കമ്പയർഡ് ടു അതർ മിഷൻസ് അതിന്റെ ചെലവ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ISROയിലെ ശാസ്ത്രജ്ഞന്മാരുമായിട്ടും അവരുടെ ടീമുമായിട്ടും ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ സ്ഥിരമായി ഒരു ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. എഗെയിൻ UAEക്കും, അതായത് തീർച്ചയായിട്ടും India UAE ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വളരെയധികം ചേർന്ന് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ UAEയുടെ ഈ സക്സസും UAEയുടെ ഈ മിഷനും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വിതൗട്ട് എനി ഫെയിലുവർ അത് അവിടെ എത്തിച്ചേർന്നതിൽ നമ്മൾക്കും വളരെയധികം സന്തോഷവും, ഒരു പ്രവാസി എന്ന രീതിയിൽ ഈ ചരിത്ര നേട്ടത്തിൽ നമുക്കുള്ള സന്തോഷവും അഭിമാനവും വളരെ വലുതാണ്.
ഒപ്പം തന്നെ ഇതിന് കുറച്ച് ലോങ് ടേം ഗോൾസ് അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. ലോങ് ടേം ഗോൾസ് ഇൻ ദ സെൻസ് ഇതിനുള്ള വിജയങ്ങൾ, അതായത് ഈ പഠനത്തിന് ശേഷം നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ അവിടുത്തെ അറ്റ്മോസ്ഫിയറിന്റെ പഠനവും അവിടെ ഉണ്ടായിരുന്ന റോക്സ്, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ചില ആർട്ടിക്കിളിൽ വായിച്ചിരിക്കുന്നത് അവിടുത്തെ റോക്സ് കാണുമ്പോൾ അത് ഉരുളൻകല്ലുകളാണ്. ഉരുളൻകല്ലുകൾ ഉണ്ടാകുന്നത് നമുക്കറിയാം ഒരു നദി ഒഴുകിയതായിരിക്കും. അപ്പൊ അവിടെ നേരത്തെ വെള്ളം ഉണ്ടായിരുന്നു, അവിടെ നദി ഒഴുകിയിരുന്നു. ആ പാറകൾ പലതും ഉരുളൻകല്ലുകളായിട്ട് മാറിയിട്ടുണ്ട്. ലേക്കുകളിൽ സെഡിമെന്റ്സ് അടിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അവിടെ നേരത്തെ വെള്ളം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ജലസ്രോതസ്സുകൾ ഉണ്ടായിരുന്നു ഉള്ളതിന് വ്യക്തമായ ഒരു ഉദാഹരണങ്ങളാണ്. അതേപോലെ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ അവര്, കാരണം ഈ അറ്റ്മോസ്ഫിയർ ചേഞ്ചസ് വന്നതുകൊണ്ട് മൈക്രോബിയൽ ആയിട്ടുള്ള അവിടെ മൈക്രോബിയൽ പ്രസൻസ് ഉണ്ടായിരുന്നു എന്നുള്ള സ്റ്റഡിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കാരണം ആ മൈക്രോബിയൽ പ്രസൻസ് ഉണ്ട്, കാരണം ജീവന്റെ തുടിപ്പുകൾ ചെറിയ ഏതെങ്കിലും ഒരു അംശം അവിടെ ഉണ്ടോ എന്നുള്ള ഒരു റിസർച്ചാണ് നടന്നത്. ഒപ്പം തന്നെ ഈ ചൊവ്വയിലെ അതേ ഒരു കണ്ടീഷൻസ് ഇവിടെ സിമുലേറ്റ് ചെയ്തിട്ട് അതും ഇതിന്റെ ഒരു സ്റ്റഡിയുടെ ഒരു ഭാഗമാണ്. ഒരു സെയിം കണ്ടീഷൻ സിമുലേറ്റ് ചെയ്തിട്ട് അതിൽ ആൾക്കാരെ വർക്ക് ചെയ്യുകയും അല്ലെങ്കിൽ അതിനുശേഷം അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കടക്കുന്നതും ഇതിന്റെ ഒരു പാർട്ടാണ്. ഇതിൽ നിന്നുണ്ടാകുന്ന ടെക്നോളജി ട്രാൻസ്ഫർ മറ്റു രീതിയിൽ എങ്ങനെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റും, ഇത് അതിന്റെ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്ത് ഇപ്പം തന്നെ നമുക്കറിയാം ഇതിൽ തന്നെ ഇതിന്റെ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പല കോമ്പണൻസും ഇവിടെ ലോക്കലി മാനുഫാക്ചേർഡ് ആണ്. എസ്പെഷ്യലി ഗൾഫ് എക്സ്ട്രൂഷൻ, അവരാണ് ഇതിന്റെ കുറേയധികം പാർട്ടുകൾ അവർ നേരിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെയുള്ള ഇവിടുത്തെ ഇൻഡസ്ട്രീസിനെ അത് എങ്ങനെ പ്രയോജനപ്രദമാകും, അത് മറ്റൊരു കാൽവെപ്പാണ്. ഒപ്പം തന്നെ ഇവിടെയുള്ള പുതിയ വളർന്നു വരുന്ന തലമുറയിലേക്ക് സയൻസ് അതൊരു പാഷനാക്കി മാറ്റുക. സയൻസ്, ശാസ്ത്രത്തെക്കുറിച്ച് അറിയാനും ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാനും അതൊരു പാഷനായിട്ട്, കാരണം ഗവൺമെന്റ് തലത്തിൽ തന്നെ അവർക്ക് അതിന് വേണ്ട റിസർച്ച് സ്കോളർഷിപ്സും റിസർച്ച് സെന്റേഴ്സും ഇപ്പോൾ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് 5 പുതിയ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് ആണ് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടും ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സും ഇമീഡിയറ്റ്ലി ദേ ആർ സ്റ്റാർട്ടിങ്. അതുകൂടാതെ വളരെയധികം അപ്രന്റീസ്ഷിപ്പ് കോഴ്സുകളും. ഇതെല്ലാം ഈ യുവജനതയെ, കാരണം നമുക്കറിയാം ഈ മാസ് പ്രോബിന്റെ ഏറ്റവും വലിയ ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ മാസ് പ്രോബ് ഉണ്ടായിരുന്ന എഞ്ചിനീയേഴ്സിന്റെ സയന്റിസ്റ്റിന്റെ ആവറേജ് ഏജ് 30. നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലോ, കാരണം യുവാക്കളാണ്, യുവജനതയാണ് ഇതിനകത്ത്, യുവതികളും, കാരണം 34% വാസ് ഫീമെയിൽ. അപ്പൊ അത് രണ്ടും ഒരു വളരെ, അതായത് നമ്മുടെ ആ ഒരു, ഞാൻ പറയുന്നത് നമ്മുടെ ആ അതിനെ നിയന്ത്രിക്കുന്നവരുടെ ആ ഒരു വിഷന്റെ പാർട്ടാണ്. എസ്പെഷ്യലി ദാറ്റ് ചെയർപേഴ്സൺ ഓഫ് ദിസ് UAE സ്പേസ് ഏജൻസി, ഷീസ് എ ലേഡി, സാറ അൽ അമറി. ഷീസ് ഇൻ early 30s. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്പിറേഷൻ ആണ് ഇവിടെയുള്ള ആ ഗവൺമെന്റ്. ദേ ആർ ഇൻസ്പയറിംഗ് ദ പീപ്പിൾ ടു ലേൺ, ടു വർക്ക് ഫോർ ദെയർ കൺട്രി. ഈവൻ പുറത്തു പോയി പഠിച്ചിട്ട് വരുന്ന ശാസ്ത്രജ്ഞർ പോലും, അതാണ് നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത. കാരണം അവർ തിരിച്ച് ഇവിടെ വന്ന് തന്നെ ഈ കൺട്രിക്ക് വേണ്ടി തന്നെ വർക്ക് ചെയ്യുന്നു. നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം ആയിരുന്നു ഇന്ത്യയിലെ ബ്രെയിൻ ഡ്രെയിൻ. കാരണം പുറത്തു പോയി പഠിക്കുന്നവർ പിന്നെ തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു. കാരണം പക്ഷെ ഇവിടെ അത് അങ്ങനെയല്ല. സോ ദേ ആർ കമ്മിങ് ബാക്ക്. ആ തിരിച്ചു വരുന്നത് കൊണ്ട് ഇവിടുത്തെ ഇതും ഉണ്ട്. ഒപ്പം തന്നെ അവർക്ക് ആ ഒരു ഇന്റർനാഷണൽ റിലേഷൻസും കണക്ഷൻസും ഉണ്ട്. ദീസ് ആർ ഓൾ ദ പ്ലസ് പോയിന്റ്സ്. ശ്രീശുദ്ധ, ഈ ഒരു മാർസ് മിഷൻ ഇതിൻ്റെ ഒരു ലീഡർഷിപ്പിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്രണ്ട് റോയിൽ ഉണ്ടായിരുന്നവരിൽ അറൌണ്ട് 34% ആർ ലേഡീസ്. അതാണിപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും ഇത് നൽകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? ഇപ്പോൾ സ്വാഭാവികം ഒരു ടീം സ്പിരിറ്റ് അവിടെ എന്തായാലും ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ മാത്രമേ ഇതുപോലൊരു മിഷൻ ഭയങ്കര സക്സസ്ഫുൾ ആവുകയുള്ളൂ. അതിൽ തന്നെ 34%, അതായത് കീ പോസ്റ്റുകളിൽ ഉണ്ടായിരുന്നവരൊക്കെയും ലേഡീസ് ആയിരുന്നു, വുമൻ ആയിരുന്നു എന്നുള്ളത് അതിൽ നിന്നും എന്ത് മെസ്സേജാണ് ഉണ്ടാകുന്നത്? Obviously, women involved for the societal contribution and space contribution. Now it is towards the space science. It is never, can be explained in mere words. Like as you have mentioned, and as Nandakumar ji has mentioned, 34% of the team were women,
And you have to note 80% of the mission scientists were women. 80% of mission scientists. So just not only managing the probe, but also contributing to the probe's technical aspect is also has been the majority contribution has gone from women. For any country to develop, it goes irrespective of the sex. Like you also have to take women around you, because women's contribution to the society can never be ignored. So that's why even if you see in India or anywhere, in any developing country, they are making efforts to educate women. Especially in the scenario of Arab country. Yes, it's a great message. You see a lot of Emirati leaders today, take it business, take it in the educational field. Lot of women are contributing. That's what, when you read about articles, they say women are more technically skilled compared to men in the country. That is going to contribute, in a major way to the growth of the country. All this accelerated development, it is a part. Being a woman, I'm proud to say the majority part is contributed by women. You can see the energy involved behind, Stree Shakti. That is always to be encouraged, and that will definitely lead to success of the country, and that goes as a very good inspirational message to the society, right? When you, irrespective of the sex, when you try to contribute holistically, definitely there is going to be growth. It's a proud matter. Okay, thank you. ശ്രീ മഹേഷ് നായർ, കുറച്ച് മുമ്പ് ഇവിടെ ഡോക്ടർ നന്ദകുമാർ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചിരുന്നു, അതായത് 2120 ചൊവ്വയിൽ മനുഷ്യവാസത്തിനായി കോളനി സ്ഥാപിക്കാനുള്ള പദ്ധതി UAE-ക്കുണ്ട്. ഹോപ്രോബ് ദൗത്യം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്രമാത്രം ഊർജ്ജമാണ് പകരുന്നത്, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്രമാത്രം അടുത്തുകൊണ്ടിരിക്കുകയാണ്? ഓക്കെ, അപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇവിടെ 2030 വിഷൻ 2030 2050 27 ലൈക്ക് പടിപടിയായിട്ടാണ് ഇവർ ഓരോ പദ്ധതിയും ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് അതിൻ്റെ ഒരു ആ എയിമിൽ എല്ലാവർക്കും ഗോൾസ് സെറ്റ് ചെയ്തിട്ട് ആസ് എ ഹോൾ നേഷനിലുള്ള എല്ലാവരും, ഗവൺമെന്റ് പബ്ലിക് പ്രൈവറ്റ് സെക്ടറിലുള്ള എല്ലാവരും പടിപടിയായിട്ട് അതിലേക്ക് എത്തിച്ചേരും. ഇപ്പൊ ഇതുവരെയുള്ള എല്ലാ ഗോളുകളും വളരെ സക്സസ്ഫുള്ളി ഇവരെല്ലാം ചെയ്തിട്ടുണ്ട്. വി ആർ വെരി കോൺഫിഡന്റ് ദാറ്റ് തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തും. അതിനോട് കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ഇതാക്കുന്നു. ഇപ്പം സാധാരണ പലർക്കും ഒരു സംശയം ഉണ്ടാവാം, ഇത്ര സാധാരണ സ്പേസ് മിഷൻസ് ഒക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതുകൊണ്ട് ഇങ്ങനൊരു എത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മിഷൻ ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ട് എന്താണ് സാധാരണക്കാർക്ക് ഒരു പ്രയോജനം ഉണ്ടാകുന്നത്, സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും? അപ്പം അത് നമുക്ക് പരിശോധിക്കണമെങ്കിൽ ഇപ്പം 25 ബില്യൺ USD ചെലവാക്കി അപ്പോളോ മിഷൻ, പ്രൊജക്ട് അപ്പോളോ 60ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നടന്നിരുന്നത്. അപ്പൊ അതിലിപ്പം റീസെന്റ് നേച്ചർ ജേർണലിന്റെ ഒരു അനാലിസിസ് പ്രകാരം 4 ലക്ഷത്തിൽ പരം സ്റ്റുഡൻസ് ആണ് പ്രൊജക്ട് അപ്പോളോയിൽ ആകൃഷ്ടരായിട്ട് സയൻസ് പഠനത്തിനായി അമേരിക്കയിലേക്ക് ചെന്നത്. അവിടെ കുറെ യൂണിവേഴ്സിറ്റികളും കുറെ റിസർച്ച് ലാബുകളും അതിനോടനുബന്ധമായി ഇവർക്ക് തുടങ്ങാൻ പറ്റിയത് മാത്രമല്ല, US ലോകത്തിന്റെ തന്നെ ടെക്നോളജി ഹബ്ബായി മാറി. അപ്പം ഈവൻ ആഫ്റ്റർ 60 years അന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പല ടെക്നോളജികളും ഇന്നും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോൾ, അപ്പം കമ്പ്യൂട്ടർ ഗൈഡൻസ് സിസ്റ്റം, അത് അപ്പോളോയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത അതേ ടെക്നോളജിയാണ് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ ഫുഡ് സേഫ്റ്റി, ഇപ്പൊ കീപ്പിംഗ് ഇപ്പം ഫുഡ് ഫ്രീ ഫ്രം മൈക്രോബ്സ് എന്നൊക്കെ അകറ്റി, അപ്പൊ അതായത് ഇപ്പം മീറ്റ്, ജ്യൂസ്, വെജ്, അങ്ങനത്തെ പ്രിസർവ്ഡ് ആയിട്ടുള്ള ഫുഡിനൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നോളജി അന്ന് അവർക്ക് പോകുമ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ച ടെക്നോളജി ആയിരുന്നു. അതുപോലെ സ്പേസ് ബ്ലാങ്കറ്റ്സ്, ഇപ്പം ഈ ഫയർ ഫൈറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സ്പേസ് ബ്ലാങ്കറ്റ്സ്, അതുപോലെ ബിൽഡിംഗ്, പിന്നെ ബിൽഡിങ്ങിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന സ്പേസ് ബ്ലാങ്കറ്റ്സ്, അതും അന്നത്തെ ടെക്നോളജിയാണ്. പിന്നെ ക്വേക്ക് പ്രൂഫിംഗ് എന്നെല്ലാം വെഹിക്കിൾ അവിടെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഷോക്കിൽ ഇത് നശിച്ചു പോയിരിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ ടെക്നോളജിയാണ് ഇപ്പോഴും നമ്മൾ റോഡ്, പിന്നെ ബിൽഡിങ്സിനും ബ്രിഡ്ജസിനും ഒക്കെ എർത്ത് ക്വേക്ക് പ്രൂഫിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ് ഇപ്പൊ ഹിയറിംഗ് എയ്ഡിനകത്ത് യൂസ് ചെയ്യുന്ന ചെറിയ ബാറ്ററീസ് ഉണ്ട്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ബാറ്ററീസ് ഹിയറിംഗ് എയ്ഡിനകത്ത് വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ അന്ന് വരെ ഉണ്ടായിരുന്ന ലിഥിയം അയൺ ടെക്നോളജിയിൽ അത് ബാറ്ററീസിന്റെ സൈസ് വളരെ വലുതാവും. അതിപ്പോ
ചെവിയിൽ യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അന്ന് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സിൽവർ സിങ്ക് ബാറ്ററിയാണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്, ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്കറിയാം, പിന്നെ ഹൈ എഫിഷ്യൻറ്റ് സോളാർ പാനൽസ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ്സ്, GPS, വെതർ ഫോർകാസ്റ്റ്, പേസ് മേക്കേഴ്സ്, അങ്ങനെ വാട്ടർ പ്യൂരിഫയർ, അങ്ങനെ ഒട്ടനവധി സംഭാവനകളാണ് ഈ ബഹിരാകാശ മിഷനിൽ നിന്ന് നമുക്ക് നേടിത്തന്നിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ അപ്പൊ നമുക്ക് ചില ആൾക്കാർ ചോദിക്കാം, ഇതിനിപ്പോ നമ്മൾ സ്പേസ് മിഷൻ എന്തിനാണ് ഉണ്ടാക്കുന്നത്, പിന്നെ വൈ നോട്ട് വി ഡയറക്ട്ലി ഇൻവെന്റ് ഇറ്റ്. അതിനൊരു ഉദാഹരണം പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടുവന്നത്. ഫോർ എക്സാമ്പിൾ മൈക്രോവേവ് ആണ് അതിനൊരു ഉദാഹരണം. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു മൈക്രോവേവ് ഡിസൈൻ ചെയ്യണമെങ്കിൽ, ഒരു ഓവൻ, മൈക്രോവേവ് ഓവൻ, ഒരു ഓവൻ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറോടോ അല്ലെങ്കിൽ ഒരു തെർമോഡൈനാമിക്സ് റിസർച്ച് ഒക്കെ ചെയ്യുന്ന ഒരാളോടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക. അപ്പൊ അവരിത് ചെയ്യുന്ന സമയത്ത് ദേ മേക്ക് എ പെർഫെക്റ്റ് ഓവൻ, ബട്ട് they won't be able to make a microwave oven. അപ്പൊ ഈ മൈക്രോവേവ് ഓവൻ എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിക്കേഷൻ, റഡാർ, അങ്ങനത്തെ റിസർച്ചിൽ നിന്നും തിരിഞ്ഞു വന്ന് മൈക്രോവേവിനോട് ഡീൽ ചെയ്തപ്പോൾ അവർ പഠിച്ചതാണ് ആക്ച്വലി മൈക്രോവേവിന് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിന് നമുക്ക് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, ഇങ്ങനത്തെ പിന്നെ ഇത്തരം മിഷൻസിനുള്ള ഹോളിസ്റ്റിക് എല്ലാ ഭാഗത്തു നിന്നുള്ള സമഗ്രമായ ഒരു ഡെവലപ്മെന്റ് നടത്തുമ്പോഴാണ് ഇത്രയും വലിയ നമ്മൾ കാണാത്ത പല ഏരിയകളിലേക്കും റിസർച്ച് പോകുന്നതും അതിന്റെ ഗുണങ്ങൾ സാധാരണക്കാരന് എത്തുന്നത്. അതായത് ശാസ്ത്രം, നമ്മൾ പറയുന്ന പോലെ ശാസ്ത്രം വളരെ സങ്കീർണമാണ്. പിന്നെ അതുപോലെ ഇങ്ങനത്തെ മാസീവ് പ്രോജക്ട്സ് അത് നടത്തുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അത് പല രാജ്യങ്ങളും മടിച്ചു നിൽക്കും, പക്ഷെ പല സ്ട്രോങ് ആയിട്ടുള്ള നേതാക്കളും അത് മുന്നോട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് മാനവരാശിക്ക് മുഴുവൻ ഇതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി പിന്നെ ഈ ശാസ്ത്രം നമുക്ക് ആക്ച്വലി എല്ലാ മേഖലകളിലും അഭൂതപൂർവമായ ഒരു ഡെവലപ്മെന്റ് ആണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നമുക്കറിയാം, ഇത് രാജ്യാതിർത്തികളും മനുഷ്യ മനസ്സുകളുടെ ഇതിനൊക്കെ അതീതമായി ആക്ച്വലി പിന്നെ മാനവരാശിക്ക് വേണ്ടി നമ്മളെല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയോടെ പ്രവർത്തിച്ച് ഈ രാജ്യത്തിന്റെ ബോർഡറുകളോ മനുഷ്യനോടുള്ള പിന്നെ വർണ്ണവർഗ വിവേചനങ്ങളോ ഒന്നും ഇതിനൊരു തടസ്സമാകാതെ ഒരു കൂട്ടായ്മയോടെ മാനവരാശിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി എല്ലാവരും കൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം വളരെയധികം സന്തോഷപൂർവ്വമാക്കാം. പിന്നെ UAE പോലുള്ള ഒരു വളരെ യങ് ആയിട്ടുള്ള രാഷ്ട്രത്തിന് എല്ലാവരും പറഞ്ഞു, ഇപ്പൊ 50ാമത്തെ നമ്മളെ ഗോൾഡൻ ജൂബിലി ഇപ്പം December 2 തൊട്ട് ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങാൻ പോവാണ്. അപ്പൊ ആ സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ ഉണ്ടായൊരു നേട്ടം വളരെ മഹനീയമാണ്, എല്ലാവർക്കും വളരെ സന്തോഷം തരുന്ന ഒരു നേട്ടവും കൂടെയാണ്. അത് മാത്രമല്ല, ഈ ഇതിൽ പങ്കെടുത്ത ഓരോ ശാസ്ത്രജ്ഞരെയും, ഈ നാട്ടുകാരായ ശാസ്ത്രജ്ഞരെയും നേരിട്ടും അല്ലാതെയും പങ്കെടുത്ത പിന്നെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ശാസ്ത്രജ്ഞർക്കും, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് UAE നയിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളെയൊക്കെ നമുക്ക് വളരെ സ്നേഹത്തോടുകൂടെയും അഭിമാനത്തോടുകൂടെ നമുക്ക് ആശംസിക്കാം. ഇത് വളരെ വലിയൊരു നേട്ടമാണ്. ഇവിടെ നേരത്തെ നമ്മളുടെ നന്ദകുമാർ സാർ പറഞ്ഞ പോലെ UAE ജീവിച്ച് ഇത്ര കാലം 10-25 വർഷമായി ജീവിക്കുന്ന, അല്ലെങ്കിൽ അതിൽ അധികമായി എത്ര കാലമായാലും ഇവിടെ ജീവിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും ഇവരുടെ ഈ നാടിന്റെ കോൺട്രിബ്യൂഷന് നമ്മളെപ്പോഴും പറയും വളരെ നല്ലൊരു പങ്കാണ് നമ്മളുടെ നാട്ടുകാർ ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ മാത്രമല്ല, ഇപ്പൊ പല മീഡിയകളും പ്രശംസിക്കേണ്ട UAE ഒരു വേൾഡിലെ തന്നെ ഒരു ഫ്രണ്ട്ലിയസ്റ്റ് നേഷൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ തന്നെ നമുക്കറിയാം, അവരുടെ ഇതിൽ നിന്നുള്ള എല്ലാ റിസൾട്ടുകളും നാടൊട്ടുക്കുള്ള ജനങ്ങളുമായിട്ട് അവർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മാനവരാശിയെ സഹായിക്കാനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവർ കാണിച്ചു കൊടുക്കുന്നത്. അതിൽ നിന്ന് ഊർജം പകർന്നിട്ട് നമുക്ക് എല്ലാവരുടെയും നന്മയ്ക്കായും ഇതിനു വേണ്ടിയിട്ടും നമ്മളുടെ യങ്സ്റ്റേഴ്സ് പോലും ഇതിനകത്തുനിന്ന് പിന്നെ യുവതലമുറ പോലും ഇതിനകത്തുനിന്ന് അതിന്റെ ഉത്തേജനം പകർന്നിട്ട് നമ്മളും ഡെവലപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിയാണ്. വളരെ വലിയ ഒരു ദർശനമാണ് താങ്കൾ ഇപ്പോൾ മുന്നോട്ട് വച്ചത്. ഞാൻ വരാം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക് സ്വാഗതം. ഡോക്ടർ ഗോപാലകൃഷ്ണൻ അയ്യറിലേക്ക് പോകുന്നു. ഡോക്ടർ ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ ശ്രീ മഹേഷ് നായർ നിർത്തിയെടുത്ത് ഞാൻ വീണ്ടും തുടങ്ങുകയാണ്. ഈ അറബ് ലോകത്ത് അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ UAEയുടെ ഒരു സ്ഥാനം ചൊവ്വ ദൗത്യത്തോടെ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും രേഖപ്പെടുത്തുന്നത്? വീക്ഷണമുള്ളൊരു ഭരണാധികാരിയുള്ള UAE എന്തുകൊണ്ടും അതിന്റെ ഉന്നത സ്ഥാനത്തിൽ തന്നെയാണ്. അറബ് രാജ്യങ്ങൾക്ക് ഒന്നും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഈ ഒരു കാര്യം UAEയുടെ ഭരണകർത്താക്കളുടെ ദീർഘവീക്ഷണവും ആ ഡെഡിക്കേഷനും കൊണ്ട് ഇതിന്റെ ഈ പ്രോജക്റ്റ് സക്സസ് ആയത് ഒരു നിസ്സാര കാര്യമല്ല. ഇതുവരെ ചൈനയ്ക്ക് സക്സസ് ആവാൻ കഴിഞ്ഞിട്ടില്ല, റഷ്യ ഇതുവരെയും ഇതിന് വിജയിച്ചിട്ടില്ല. ലോകത്തിലെ 5ാം രാഷ്ട്രം ആണ് UAE. ഈ ദൗത്യത്തോടുകൂടി
ആ എലൈറ്റ് ക്ലബിൽ അംഗമായിരിക്കുന്നത്. അതേസമയം ഇതേ ജൂലൈയിൽ തന്നെയാണ് ചൈനയും അമേരിക്കയും അവരുടെ ഉപഗ്രഹങ്ങളെ അയച്ചിരിക്കുന്നത്. ഇതേ ജൂലൈ മാസത്തിൽ തന്നെയാണ്, 2020 ജൂലൈയിൽ. പക്ഷെ അവരുടെ ഭ്രമണപഥങ്ങൾ അത് ഒന്ന് ഫെബ്രുവരി 10 എത്തുമെന്നും അടുത്തത് ഫെബ്രുവരി 18 എത്തുമെന്നും ഒക്കെയാണ് പറഞ്ഞിരുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. 73.5 കോടി ആണ് ഈ ദൗത്യത്തിന്റെ ചെലവ്. അവരുടെ UAE ഭരണകർത്താക്കളുടെ കണക്കനുസരിച്ച് 73.5 കോടി രൂപയാണ് ഈ ദൗത്യത്തിന് ചെലവാക്കിയിരിക്കുന്നത്. ഇത്രയും 73.5 കോടി എന്നുള്ള ഒരു നിസ്സാര തുകയാണ്. ഒരു UAE പോലുള്ള ഒരു വലിയ രാജ്യത്തിന് 73.5 കോടി രൂപ കൊണ്ട് ഒരു ദൗത്യം, 450 ശാസ്ത്രജ്ഞന്മാർ, അതിൽ 250ഓളം UAE ശാസ്ത്രജ്ഞന്മാർ തന്നെയാണ് ഇരിക്കുന്നത്. 200ഓളം അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ, കൊളറാഡോ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാരൊക്കെയാണ് ഇതിനെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. എന്നാലും നമ്മുടെ ഭരണകർത്താക്കളുടെ കാഴ്ചപ്പാടും ഡെഡിക്കേഷനും അടുത്ത തലമുറയ്ക്ക് തന്നെ ഒരു മാതൃകയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി ലെവലിൽ, ഞാൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെല്ലാം ഇതിൽ വളരെ ത്രില്ഡാണ്. ഇപ്പൊ ഇതുവരെ നമ്മൾ കണ്ടിരുന്നത് ഇവിടെ എല്ലാവരും ആർട്സ് സബ്ജക്റ്റിൽ പഠിക്കുക, അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കുക, ശാസ്ത്രം പഠിക്കാനായിട്ട്, ശാസ്ത്രം പഠിക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് പോകണം, അല്ലെങ്കിൽ കാനഡയ്ക്ക് പോകണം, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിക്ക് പോകണം. ആ ഒരു കൺസെപ്റ്റാണ് മാറിയിരിക്കുന്നത്. ഏത് വിദേശ രാജ്യങ്ങളിൽ താരതമ്യപ്പെടുത്തിയും ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരും അത്രയും കഴിവിട്ടതാണെന്നും അറബ് രാജ്യങ്ങളിൽ UAE സ്ഥാനം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ഈ മാക്സ് പ്രോബിന്റെ വിജയം കൊണ്ട് UAE കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇതൊരു വെറും വാക്കുകൾ കൊണ്ട് പറയാനൊക്കുന്ന കാര്യമല്ല. ഈ മാക്സ് പ്രോബിന്റെ വിജയം കണ്ട ഉടൻ നാസയുടെ സയന്റിസ്റ്റ് UAE ഭരണാധികാരിക്ക് അയച്ച ആ ഒരു ട്വിറ്റർ സന്ദേശം തന്നെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. അതായത് യു ഹാവ് അച്ചീവ്ഡ് ദ ഗോൾ, വെൽക്കം ടു ദ എലൈറ്റ് ക്ലബ്. അപ്പൊ അത്രയും അഭിമാന നിമിഷമാണ് UAEക്ക്. വി ആർ ടു ബി പ്രൗഡ്. നമ്മളെല്ലാം ഇതിന്റെ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഇതിലെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. നമ്മുടെ എല്ലാം കുട്ടികൾ ഇതിനകത്ത് പങ്കെടുത്തു. മാനസികമായിട്ട് നമ്മളെല്ലാം പ്രാർത്ഥനകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സോ ഇതൊരു നിസാര കാര്യമല്ല. വി ഹാവ് ടു ബി കൺഗ്രാജുലേറ്റ് ദ റൂളേഴ്സ് ആൻഡ് ദെയർ ലോങ് റേഞ്ച് വിഷൻസ്. ശരിയാണ്. ഡോക്ടർ നന്ദകുമാറിലേക്ക് പോകുന്നു. ഡോക്ടർ നന്ദകുമാർ, ഇപ്പോൾ UAEക്ക് ഇതോടെ വിവിധ രംഗങ്ങളിൽ, അതായത് ഇപ്പോൾ സാമ്പത്തിക മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഒക്കെ കൈവരിക്കാവുന്ന നേട്ടങ്ങൾ അത് എന്തൊക്കെയാണ്? ഇതിനകത്ത് ഒരു ലോങ് ടേം ബെനിഫിറ്റ്സ് ആയിട്ട് ഒരു വാല്യൂ സ്റ്റഡി നടത്തിയിരുന്നു. അതായത് UCL, യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ, അവരൊരു വാല്യൂ സ്റ്റഡി നടത്തിയിരുന്നു. ഈ പ്രോജക്റ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണെന്നുള്ളത്. അതിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത്, ഒരു ഷോർട്ട് ടൈം ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഇതിനെ പറ്റിയുള്ള ഒരു നോഹവും അതുപോലെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കുറെ സയന്റിസ്റ്റും എഞ്ചിനീയേഴ്സുമാണ്. ദാറ്റ് ഇസ് ദെയർ ഇമ്മീഡിയറ്റ് ഗെയിൻ. പക്ഷെ ഒരു ലോങ് ടൈം ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്, ഈ ടെക്നോളജിയിൽ വരുന്ന പുതിയ കണ്ടുപിടുത്തങ്ങളും നൂതനമായിട്ടുള്ള ആശയങ്ങളും മറ്റ് ഇൻഡസ്ട്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, മറ്റ് സെക്ടറുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അത് വിതിൻ UAE ആകാം, ഔട്ട്സൈഡ് UAE ആകാം, ഗ്ലോബലി ആകാം, ആ ഇൻഡസ്ട്രികൾക്കും അല്ലെങ്കിൽ അവിടെ വരുന്ന നേട്ടങ്ങൾ, അതാണ് വൺ ഓഫ് ദ ദിസ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ആ എക്കണോമിക് പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുകയാണ് കൺട്രിയുടെ അതായത് ഒരു ഓയിൽ ബേസ്ഡ് എക്കണോമിയിൽ നിന്നും ഒരു സയൻസ് ടെക്നോളജി ബേസ്ഡ്, സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിസിൻ, STEM ആണല്ലോ. നമ്മൾ പലപ്പോഴും US കുട്ടികൾ പോകുന്നത് STEM തേടിയാണ്. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും വലിയൊരു മാറ്റം. കാരണം അതുവരെയും ദുബായ് അല്ലെങ്കിൽ UAE എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു കൊമേഴ്ഷ്യൽ ഹബ് എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ഇത്തരം രീതിയിലുള്ള ഒരു ശാസ്ത്രത്തിന്റെ കൂടെ ഒരു മേഖലയായി അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. അതെ, അതാണ് ഒന്ന്. മൂന്ന്, അതായത് ഒരു എഡ്യൂക്കേഷണൽ പാത്വേ, അതായത് ശരിയായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പന്താവ് തെളിയിക്കുകയാണ്. കുട്ടികൾക്ക് എങ്ങോട്ട് പോകാം, എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാം എന്നുള്ളതിനുള്ള ഒരു ന്യൂ എഡ്യൂക്കേഷണൽ പാത്വേ ഇത് സെറ്റ് ചെയ്യാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഇന്റർനാഷണൽ വിസിബിലിറ്റി UAEക്ക് കിട്ടും. കാരണം അന്താരാഷ്ട്ര രംഗത്ത് UAE അറിയപ്പെടാൻ വളരെയധികം മുന്നോട്ട്, അതായത് ഒരു ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവ് തെളിയിക്കുന്ന ഒരു രാജ്യത്തിനെ കുറിച്ച് എപ്പോഴും ബാക്കി രാഷ്ട്രങ്ങൾ തീർച്ചയായിട്ടും ഉറ്റുനോക്കും. അപ്പൊ ആ ഒരു ഇന്റർനാഷണൽ വിസിബിലിറ്റി ആൻഡ് ഗ്ലോബൽ എൻഗേജ്മെന്റ്, കാരണം ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സും സയന്റിസ്റ്റും ഉണ്ടെങ്കിൽ ഗ്ലോബലി ബാക്കിയുള്ള മിഷൻസിൽ, മറ്റ് കൺട്രീസിലുള്ള മിഷൻസിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ബിക്കം എ പാർട്ണർ വിത്ത്. അപ്പൊ ആ ഒരു ഗ്ലോബൽ എൻഗേജ്മെന്റ് ഇസ് വൺ തിങ്. സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ഒരു സയൻസ് അഡ്വാൻസ്മെന്റ്, ശാസ്ത്രരംഗത്തെ കുതിപ്പ്,
നാഷണൽ ഡെവലപ്മെന്റ്, അത് രാഷ്ട്രത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതി, പിന്നെ സ്പേസ് എക്കോണമി, ഇതൊരു മറ്റൊരു ഏരിയയാണ്. ഇത് സ്പേസ് എക്കോണമി എന്ന് വെച്ചാൽ സ്പേസ് സയൻസിൽ കൂടെ രാജ്യത്തിന്റെ എക്കോണമിയിൽ വരുന്ന ചേഞ്ചസ് ആൻഡ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി, ഇത് നാലുമാണ് UAE കിട്ടാൻ പോകുന്നത്. അത് നാലും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർ അന്താരാഷ്ട്ര ഭൂപടത്തിൽ അല്ലെങ്കിൽ ബഹിരാകാശ രംഗത്ത് ഒരു വലിയ ഒരു നേട്ടമാണ്. കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കൺട്രീസേ ഉള്ളൂ, നമുക്കറിയാം. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സെന്റേഴ്സ് ആണ് അത്. ഈവൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി പോലും റീസെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു, ഹോപ്പ് പ്രോബ് ഇസ് ഷുവർ ടു മേക്ക് എക്സൈറ്റിംഗ് ഡിസ്കവറീസ്. കാരണം ഈ ഹോപ്പ് പ്രോബ് വളരെയധികം അതിശയിപ്പിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്തും. കാരണം ദാറ്റ് ഇസ് ദെയർ ഡെഡിക്കേഷൻ. ആ രീതിയിലാണ് അവരുടെ പരിശ്രമങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2117 അല്ലെ 2120 ആകുമ്പോഴത്തേക്ക് നമ്മൾ പണ്ട് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വന്നതുപോലെ നമുക്ക് ചൊവ്വയിലേക്ക് പോകാനുള്ള ഒരു അവസരം ചിലപ്പോൾ ഉണ്ടായിക്കൂടായികയില്ല. തീർച്ചയായിട്ടും. ശ്രീസുധ വിശ്വനാഥൻ, Madam, you have got immense experience from ISRO, and on the basis of that experience, how do you evaluate the determination of those scientists along with the rulers? Something laudable. It cannot be mentioned in words, because the visionary leader has created such a passion in the young generation. And that's what I told you, within a span of 6 years, they have collaborated. There had been support from University of Colorado and all that stuff. But however, it is a passion to learn it. It's a new, area for them, which is space science. It is a new area they have not ventured into. So they have learned and they have, mastered the technology of an interplanetary mission, not something for an Earth-based satellite. It's an interplanetary mission. So there are a lot of technical difficulties. Irrespective of that, they have mastered the technique. So it is definitely a commendable effort by the scientists. We can never ignore their contribution, and this really, lays as it is a fundamental already laid, and it's a foundation for the youngsters to keep this as their goal and achieve further in life. That's how I see it. ഓക്കെ. ശ്രീ മഹേഷ് നായർ, ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് ഈ ഒരു UAEയുടെ ഈ ഒരു ദൗത്യം സക്സസ് ആവുമ്പോൾ തന്നെ അത് മറ്റ് പല ലോകരാഷ്ട്രങ്ങൾക്കും അതിൻ്റെ ഒരു ഗുണം ലഭിക്കും. നമുക്ക് ഭാരതത്തിലേക്ക് വന്നാൽ തന്നെ എത്രമാത്രം ഒരു ഗുണകരമായി മാറും ഇത്? കാരണം UAE എന്ന് പറയുന്നത് ഇന്ത്യയുടെ അയൽ രാജ്യമാണ്, അതോടൊപ്പം തന്നെ സുഹൃത്ത് രാജ്യം കൂടിയാണ്. ഈ ഒരു ഷെയറിംഗ് ഓഫ് ഐഡിയാസ്, ഈ കാര്യത്തിലൊക്കെ ഇനി എത്രമാത്രം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷനാണ് ഇനി ലഭിക്കാൻ പോകുന്നത്? തീർച്ചയായും UAE, നമ്മളുടെ ഭാരതവും UAEയും തമ്മിലുള്ള ഇത്രയും കാലത്തെ ബന്ധത്തിന് ആക്ച്വലി ഇവിടുത്തെ പല മിനിസ്റ്റേഴ്സും പിന്നെ പണ്ടത്തെ നമ്മളുടെ ഓരോ സ്പീച്ചൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പേരോർക്കുന്നില്ല, പക്ഷെ പറഞ്ഞതെന്ന് വെച്ചാൽ ഭാരതം ആണ് ഇവരെ ഫീഡ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ അതിപുരാതന കാലം തൊട്ട് എല്ലാം ഇപ്പം ഭാരതത്തിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നിരുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ വളരെ നല്ലൊരു ബന്ധമാണ് പണ്ട് തൊട്ടേ UAEയും ഭാരതവും ഇന്ത്യയായിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ഫ്രണ്ട്ലി നേഷൻ ആയതുകൊണ്ട് ഇപ്പം മാധ്യമങ്ങളൊക്കെ എപ്പോഴും പുകഴ്ത്തി പറയുന്ന UAE പുകഴ്ത്തി പറയുന്ന ഇറ്റ്സ് എ ഫ്രണ്ട്ലി നേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ ശാസ്ത്ര സാങ്കേതികപരമായ പുരോഗതിയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. പിന്നെ UAE പിന്നെ ഒരു ഫ്യൂച്ചർ ഫോർസൈറ്റ്, അത് അവരുടെ എല്ലാവിധ പിന്നെ ഡെവലപ്മെന്റ്സിനെ അവർ ആധാരമാക്കാറുണ്ട്. അത് സ്ട്രാറ്റജിക് ഫോർസൈറ്റ്. അപ്പൊ അത് വെച്ചിട്ട് തന്നെ അപ്പൊ അതിനകത്ത് നമുക്കറിയാം 20 years കഴിഞ്ഞാൽ എന്തായിരിക്കും, 30 years കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നൊക്കെയുള്ള ഒരു വിഷനോട് കൂടെ അവർക്ക് ചെയ്യാൻ ഇതാണ് അവരെ സ്ട്രാറ്റജിക് ഫോർസൈറ്റാണ് അവരെ സഹായിക്കുന്നത്. അത് ഗവൺമെന്റ് തലത്തിൽ നിന്നും അവരിപ്പം ഞങ്ങളെയൊക്കെ അതിന്റെ സർട്ടിഫൈഡ് ആൾക്കാരാക്കിയിരിക്കുകയാണ്. ഇപ്പൊ വരുന്ന യുവതലമുറയെ, ഇപ്പൊ വരുന്ന സ്റ്റുഡൻസിനൊക്കെ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനത്തെ രീതിയിലാണ് ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്? അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഈ സിറ്റിസൺഷിപ്പ് ഇപ്പം രാജ്യങ്ങളുടെ അതിർത്തിക്കൊന്നും വലിയ പ്രാധാന്യം ഇല്ലാത്ത ഒരു നിലയിലേക്ക് നമ്മൾ പോവുകയാണ്. പിന്നെ അതുപോലെ നമുക്കറിയാം ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, പിന്നെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അങ്ങനെ പല പല ഏരിയകളിലേക്ക് ഇപ്പം മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് പോലും ഇപ്പൊ റോബോട്ട്സിനെ കൊണ്ടും അങ്ങനെ മെഷീൻസിനെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, പിന്നെ സ്മാർട്ട് സിറ്റീസ്, അങ്ങനെ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇവർ ഓൾറെഡി
ഐ മീൻ ഓൾറെഡി അതിനുള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഇത് ഈ പിന്നെ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത്. ശരി. അതുപോലെ തന്നെ ഇതിന്റെ അതിന്റെ റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള ഇത് പ്രത്യാശിക്കുകയും ചെയ്യുന്നത്. ശരി, ഞാൻ എന്തായാലും സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. ABC കാർഗോ പ്രവാസികൾ പറയട്ടെ ഇവിടെ പൂർണ്ണമാകുന്നു. UAEയുടെ ഈ ഒരു ചരിത്ര നേട്ടം ഭാരതത്തിനും ഒരു അഭിമാന നിമിഷം ആവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഗോപാലകൃഷ്ണൻ നായർ, ഡോക്ടർ നന്ദകുമാർ, അതോടൊപ്പം ശ്രീ സുധാ വിശ്വനാഥൻ, ശ്രീ മഹേഷ് നായർ, എല്ലാവർക്കും നന്ദി. പ്രവാസ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.